Hi friends, in this vlog in the video like എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ നമ്മളൊരു 1.5 വീക്കിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും വീക്ക്ലി ഒരു 2 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളൊരു ഫോട്ടോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫേഴ്സിനോ ഒരു ബിഗിനറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ ആണെങ്കിലും അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റിൽ ഒരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതാണ് ആ ട്രൈപോഡ്, അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും അൺബോക്സിംഗ് ഒക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ട്രൈപോഡ്. അപ്പോൾ ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാസിർ ചേരാലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ നാസിർ ചേരാൽ പറഞ്ഞു, നീ ഒരു ട്രൈപോഡ് അൺബോക്സിങ് ചെയ്തിട്ട് തന്നാൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രൈപോഡ് അൺബോക്സിങ് ചെയ്യാൻ സമ്മതിച്ചതിന് നമ്മുടെ നാസിർ ബ്രോയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ആ നാസിർ ചേരാൽ എന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായും ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൈപോഡ് എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു ഞാൻ ഈ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാക്കിങ്ങും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ ഫ്ലിപ്കാർട്ടിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡിൻ്റെ ബോക്സ് വരുന്നത്. നമ്മൾ ഡിജിടെക് എന്ന കമ്പനിയുടെ ട്രൈപോഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിജിടെക്കിൻ്റെ DTR 550 LW എന്ന ഒരു മോഡൽ ട്രൈപോഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോക്സിനകത്ത് നമുക്ക് വേറെ എന്തൊക്കെ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ബോക്സിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സ്പെസിഫിക്കേഷൻസ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാക്സിമം 5 kg ലോഡ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് വരുന്നത് 5.57 ഫീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾഡഡ് ഹൈറ്റ് 615 mm ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ട്യൂമർ ഡയമീറ്റർ 26.5 mm. അതുപോലെ തന്നെ മിനിമം ട്യൂബ് ഡയമീറ്റർ 20 mm. അതുപോലെ തന്നെ വെയിറ്റ് വരുന്നത് 1.2 kg ആണ്. അതുപോലെ തന്നെ 3 സെക്ഷൻസ് ലെഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓവറോൾ ബോക്സിന് നല്ലൊരു ക്വാളിറ്റി നൽകുന്നുണ്ട്. എന്നാലും മറ്റൊരു ഫീച്ചറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3-way ഹെഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി റബ്ബറൈസ്ഡ് ലെഗ്സ് ആണെന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺവീനിയൻറ്റ് എക്സസറീസ് നൽകാനുള്ള ഹുക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സും കൂടി ഓപ്പൺ ചെയ്യാം. ട്രൈപോഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സും കൂടി സൈഡിൽ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈപോഡ് ചെറിയൊരു കവറിനകത്താണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം കൊള്ളാവുന്നൊരു ബാഗും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എന്ന് പറയാൻ നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ബാഗല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ബാഗും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സിപ്പ് ഓപ്പൺ ചെയ്ത് ട്രൈപോഡ് എടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡും നമുക്ക് ബ്ലാക്ക് ട്രൈപോഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഡിജിടെക് DTR 550 LW എന്ന് എഴുതിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ലുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു ട്രൈപോഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ അലുമിനിയം ബോഡിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു പാർട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഹെഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ബോഡിയൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഡിജിടെക് ഇത് നൽകിയിട്ടുള്ളത്. അപ്പോൾ കുറേയേറെ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ട്രൈപോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
അപ്പോൾ ഓവറോൾ ഹൈറ്റൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ഇത്രയൊരു ഹൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ്. ഹൈറ്റൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാതെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറേയേറെ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ട്രൈപോഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് ഈ നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു ലോക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ മൗണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൗണ്ട് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ നമ്മുടെ SLR ഒക്കെ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റിട്ടേൺ ഈ ഒരു മൗണ്ട് സെയിം വേസ് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്ക്രൂ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ഹെഡ് ഇങ്ങനെ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ പക്കയായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്ക്രൂ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ് നമുക്ക് വേണ്ട ദിശയിലോട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൈപോഡ് വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷോട്ട്സ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു സ്റ്റേബിൾ ഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വേണ്ട പൊസിഷനിലേക്ക് വെച്ച് നമുക്ക് ഈ ഒരു ഹെഡ് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓവറോൾ മെയിൻ ഹെഡ് നമുക്ക് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ അൺബോക്സിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് ഒരു ഹെഡ് ഇങ്ങനെ താഴ്ത്തിയിട്ടൊക്കെ ആയിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നൽകിയിട്ടുള്ളത്. അത് വേണ്ട പൊസിഷനിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പർ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഗിയർ പോലുള്ളൊരു സാധനം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഗിയർ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മെയിൻ ഹെഡ് ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. വേണ്ടത്ര ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു വ്ളോഗിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രൈപോഡിൻ്റെ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഹുക്സ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഹുക്സ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടാണ് നടത്തുന്നതെങ്കിൽ നമ്മളിപ്പോൾ വിൻഡൊക്കെ വന്നിട്ട് ഈ ഒരു ട്രൈപോഡ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഹുക്സിൽ നമുക്കൊരു വെയിറ്റ് നൽകിയിട്ട് ആ ഒരു ട്രൈപോഡിനെ സ്റ്റേബിളായിട്ട് അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹുക്സ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ത്രീ ലെയർ ലെഗ്സ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ലെഗ്സിൻ്റെ ഒക്കെ ലോക്ക് വരുന്നത് പ്ലാസ്റ്റിക് ലോക്കാണ്. ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് 3 ലെയർ ലെഗ്സ് ആണ് വരുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രൈപോഡിൻ്റെ ഡൗൺ സൈഡ് ഫൂട്ട് നമുക്ക് വരുന്നത് റബ്ബർ ഫൂട്ടാണ്. നമുക്ക് ചെറിയൊരു ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാറ്റ് സർഫേസിലൊക്കെ നമുക്ക് സ്റ്റഡി ആയിട്ട് ഈ ഒരു ട്രൈപോഡ് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു ട്രൈപോഡിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രൈപോഡിൻ്റെ ഓവറോൾ ഹൈറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ അവിടെ 3 ലെഗ് എക്സ്പാൻഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെഗ്സൊക്കെ എക്സ്പാൻഡ് ചെയ്തു, ഫുൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ലെഗ്സ് മാത്രം ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഈ ഒരു ഹൈറ്റിൽ ഈ ഹൈറ്റിൽ നമ്മുടെ ട്രൈപോഡ് ഹൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഈ ഹൈറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. സൈഡിലായിട്ടൊരു ഗിയർ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഹെഡ് ഹൈറ്റ് പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗിയർ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റും നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇത്രയും ഹൈറ്റാണ് നമുക്ക് ഈ ഒരു ട്രൈപോഡിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ എന്നെക്കാട്ടി കുറച്ചും കൂടി പൊക്കത്തിൽ ഈ ഒരു ട്രൈപോഡിൻ്റെ ഓവറോൾ ഹൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെഡും കൂടി പൊക്കി കഴിയുമ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് ഈ ഒരു ട്രൈപോഡിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5.57 ആണ് ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 1.2 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 5 kg വരെ നമുക്ക് ഈ ഒരു ട്രൈപോഡിനകത്ത് മാക്സിമം ലോഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓവറോൾ നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു ട്രൈപോഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലുമിനിയം ബോഡിയാണ്, മറ്റു പാർട്സൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫൂട്ട് വരുന്നത് റബ്ബർ ഫൂട്ടാണ്, നല്ലൊരു ഗ്രിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഡിജിടെക്കിൻ്റെ ഈ ഒരു ട്രൈപോഡിൻ്റെ പ്രൈസ് വരുന്നത് 1649 rupees ആണ്. അപ്പോൾ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ വന്നേക്കാം, കാരണം
ചിലപ്പോൾ ഓഫേഴ്സിലൊക്കെ നമുക്ക് കുറവ് പ്രൈസിൽ നമുക്ക് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ട്രൈപോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ബിഗിനേഴ്സ് അതുപോലെ തന്നെ മറ്റു ബിഗിനേഴ്സൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന 400 റുപ്പീസിന് അതുപോലെ തന്നെ 300 റുപ്പീസിനൊക്കെ ട്രൈപോഡാണ് എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്, ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാരും വാങ്ങിക്കരുത്, കാരണം ഞാനും ആ ഒരു ട്രൈപോഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊരു യൂസ്ലെസ് ട്രൈപോഡെന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം അത് ഒരു ക്വാളിറ്റിയില്ല, ഒരു 1-2 യൂസിന് ശേഷം തന്നെ അത് ഒടിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ട്രൈപോഡൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് അങ്ങനത്തെ ആ ഒരു ട്രൈപോഡ് വാങ്ങിക്കരുത്. 400 റുപ്പീസോ 500 റുപ്പീസിനൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ട്രൈപോഡ് ആരും വാങ്ങിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചും കൂടി പൈസ, അതായത് ഒരു 1000 റുപ്പീസൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലുള്ള ഡിജിടെക്കിൻ്റെ ഒരു നല്ലൊരു ട്രൈപോഡ് വാങ്ങിക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ. അപ്പോൾ നമ്മുടെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രൈപോഡ് നമുക്ക് അൺബോക്സിങ് ചെയ്യാനായിട്ട് നൽകിയ നമ്മുടെ നാസിർ ചേരാളിന് വീണ്ടും ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ നാസിർ ചേരാളിൻ്റെ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നാസിർ ചേരാൾ എന്ന ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നതുവരെ ദിസ് ഈസ് സെമീർ സൈനിങ് ഔട്ട്. ബൈ.